പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. പുറപ്പാട് 33:11 വായിച്ചോളൂ. അതാണ് ഇന്നത്തെ കീബേഡ്. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ യോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ കൂടാരത്തെ വിട്ടുപോകാതിരുന്നത് ആരാണ്? ജോഷുവയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സംശയങ്ങളെ കൊണ്ടോ പിന്നെ എന്താണ് വ്യഗ്രത കൊണ്ടോ മനസ്സ് ദുർബലപ്പെട്ടാൽ ആ ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഔഷധം എന്താണ്? കൂടാരത്തെ വിട്ടുപോകാതെ സ്ഥിരതയോടെയുള്ള ദൈവസംസർഗമാണ്. ക്ലിയറാണോ? ക്ലിയറല്ലേ? അതാരാണ് ചെയ്തത്? മോസസ് അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ജോഷുവയാണ്. അത് കാരണം ജോഷുവക്ക് എന്നാ കിട്ടിയത്? ആത്മശക്തി കിട്ടി. ജോഷുവ ആദ്യം ഈ ജെറീക്കോ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി പോയ ശേഷം വന്നപ്പോൾ അവിടെയുള്ള ഒറ്റുനോക്കാൻ പോയി വെച്ചാൽ സ്പൈ വർക്ക് ചെയ്യാൻ പോയി. ആ പട്ടണത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അനാക്കിൻ്റെ രാക്ഷസനാണ്. അനാക്ക് ഗോലിയാത്തിനെ പോലെ രാക്ഷസവർഗമാണ്. അനാക്കിൻ്റെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടെന്ന്. അപ്പം തന്നെ ഇസ്രായേൽക്കാർക്ക് മുട്ടിട്ട് വിറക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർ പിടിച്ച് നിന്ന് കളയും. അത്രയും വില്ലന്മാരും മല്ലന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ അവർ വിശദീകരിച്ചപ്പോഴേ അപ്പം തന്നെ ജനം മോസസിനെയും ഇവരെല്ലാം പ്രാകാരം നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്? അവർ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ജനം പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഈ പേടിച്ച് വിറക്കാൻ തുടങ്ങിയ ജനത്തോട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിന് ആത്മബലം കിട്ടിയെന്ന് പറയാൻ കാരണം. സംഖ്യ 14:18. സംഖ്യ 14:18. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. സംഖ്യ 13:33. സംഖ്യ 13:33. സംഖ്യ 13:33. നെഫിലീമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. 14:1-2-3. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. കേട്ടില്ലേ? ജനങ്ങളെ പേടിച്ചു പോയെന്ന് മനസ്സിലായില്ലേ? അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ജനം അവർക്കെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. ജനം ദുർബലമായി അല്ലേ? ജനം ദുർബലമായി. ഇപ്പോൾ ദുർബലമാകാത്തൊരാളുണ്ട്. വായിച്ചോളൂ താഴേക്ക്. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ എല്ലാം പഠിക്കാൻ കൊണ്ട് കൊടവടക്കിയാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സ് അത്രയും ദുർബലമായി. തീർന്നോ? നമുക്ക് തിരിച്ചു പോകാമെന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോഴും തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 14:6 വായിച്ചേ. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽ പെട്ട. അതാണ് പ്രശ്നം. സംഖ്യനെ ദേശം ഉറ്റുനോക്കാൻ
പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. ദൈവിക പദ്ധതിക്കെതിരെ ജനം നിന്നപ്പോഴാണ് അവർ ഒക്ഷാകുലരായി വസ്ത്രം കീറിയത്. അതെ, ഓക്കെ. അടുത്തത്, അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. ഇവിടെ വെച്ചാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. ജോഷുവ അഭിഷിക്തനാകണത്. അതായത് മോസസാണ് ഇവിടെ സംസാരിക്കേണ്ടത് ജനങ്ങളോട്. പക്ഷെ സംസാരിക്കുന്നത് ആരാണ്? മോസസ് അല്ല. ഇവിടെയാണ് മോസസിൻ്റെ നേതൃത്വം ഇവിടെ ഫെയ്ഡാകണത്. ഇപ്പം ജോഷുവ ബാറ്റൺ കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു ദിക്സാക്ഷി വിതരണം പോലെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ജീവിതവുമായിട്ടൊരു ഭയങ്കര ബന്ധമുണ്ട്. ആരാണ് ബാറ്റൺ കയ്യിലെടുക്കുന്നത്? ആരാണ് മുന്നോട്ട് പോകാൻ ദൈവം ഇച്ഛാശക്തി നൽകണത്? ആരാണ്? ജോഷുവയാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത? മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നൂനിൻ്റെ മകൻ ജോഷുവ കൂടാരം വിട്ടുപോകാതെ അവിടെ തന്നെ വസിച്ചു. അവനാണ് ഇനി സംസാരിക്കാൻ പോണത്. സംസാരിക്കാൻ അടുത്ത വചനം എടുത്ത്, കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പ്രത്യാശ, കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നയിക്കുകയും ആ ദേശം, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, വാഗ്ദാനങ്ങൾ അത് നിറവേറുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? സ്ഥിരതയുള്ളവനാണ് പറയണത്. ഇത് സ്ഥിരത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോസസിന് എവിടെയെ വെച്ച് ഈ ബാറ്റൺ കൈവശം വന്നുപോയി. അവൻ കൂടാരത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോസസ് കൂടാരത്തിൽ തന്നെ ഇരിക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കൊണ്ടാണ് ബൈബിള് എഴുതിയപ്പോൾ മോസസ് പോയി കഴിഞ്ഞും ജോഷുവയെ അഡ്രസ്സ് ചെയ്യണത്. മോസസ് കൂടാരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ മോസസാണ് ഹീറോ എങ്കിൽ പിന്നെ അടുത്ത വാക്ക് എഴുതേണ്ടതിൽ പ്രസക്തിയില്ല. അടുത്ത വാക്ക് എഴുതി, മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പോകാതെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നൂനിൻ്റെ മകൻ ജോഷുവ. കൈ ഇടിച്ച് കർത്താവ്. ഞാൻ ഇന്നലെ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്നലെ അഗസ്ത്യൻ്റെ ചില പഴയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനൊക്കെ ഡെസ്പായിരിക്കുന്നു. അഗസ്തീന വലിയ ജ്ഞാനപരമുള്ള സഭയിലെ പ്രാമാണികനായ ഡോക്ടറാണ്, ഗുരുവാണ് അഗസ്ത്യനെങ്കിലും അഗസ്ത്യൻ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഗസ്ത്യന് അത്രയും ബോധമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വചനത്തിൽ ഞാൻ എടുക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ എങ്ങനെ അമ്മയായെന്ന് പറയണം. അമ്മ എങ്ങനെ വാഗ്ദാനം പ്രാപിച്ചത്? ആദ്യം വാഗ്ദാനം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ആദ്യം പ്രാപിച്ചത് ആരാണ്? വചനം മാംസമായത് അമ്മയാണ്. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം സ്തുതിച്ചിട്ട് വചനം എടുത്തപ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായെന്ന് എന്നോട് പറഞ്ഞു. അത് ലൂക്കാസ് വിശേഷമാണ്. അതായത് 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ലൂക്ക 2:37. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ലൂക്ക 2:37. 84 വയസ്സായ ഈ വിധവ പറഞ്ഞ ആരെക്കുറിച്ച് പറയണമെന്നറിയാം? അന്നയെക്കുറിച്ച് പറയണ. അന്നയെക്കുറിച്ച് പറയുന്ന അന്ന ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സമാന്തര രൂപമാണ്. ഭയങ്കര രസം. നമ്മൾ വചനം ദൈവത്തോട് ചോദിച്ച് പഠിക്കണം. ഞങ്ങളൊക്കെ ആദ്യം വചനം പ്രൊഫസർമാരോടും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അത് എഴുതിയും അത് ജീവിച്ച് അത് എഴുതിയ ആത്മാവിനോട് ചോദിച്ച് പഠിക്കുന്നത് വേറൊരു പഠനമാണ്. വരമെന്ന് പറയുന്നത് ജ്ഞാനപഠനം.
അമ്മയെക്കുറിച്ച് വെച്ചപ്പോൾ എന്നോട് അന്നയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വചനമെടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 2:37 ലൂക്കാ സുവിശേഷം. അവിടെ എന്താ എഴുതിയിരിക്കണത്? വായിച്ചോളൂ. 84 വയസ്സായ ഈ വിധവ. അത് പറഞ്ഞേ, 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇതിന്റെ കണ്ടില്ലേ, ഇവര് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക ശരിക്കും പറഞ്ഞാൽ ഒരു പുറപ്പാട് ജനതയുടെ ജീവിത അനുഭവങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ രൂപമാണത്. അതൊരു സമൂഹ രൂപമാണ് അവർ. അതിൻ്റെ ഒരു വ്യക്തി, ഒരു പോക്കറ്റ് ഷോപ്പിലെ പേഴ്സണിൻ്റെ ഒരു രൂപമാണ് ഈ അന്ന. അയാളെന്താണ്, അവരുടെ ജീവിതം തന്നെ പുറപ്പാട് പോലെയാണ്. എന്താണ്, 84 കൊല്ലം അവർ വിധവയായി. അത് 7 വർഷം അവർ ഭർത്താവിനോട് ജീവിച്ചു. എത്ര വർഷമാണ് ജീവിച്ചത്? 7 വർഷം. എന്നുപോലാണ് 12 വയസ്സ് മുതൽ താരുണ്യം എന്നാണ് പറയണത്. താരുണ്യം 12ാമത്തെ വയസ്സാണ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണമായി. പിന്നെ എന്ത് പറ്റി? അവർ 12 to 7 വർഷം 19 വയസ്സ് വരെ അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അപ്പോഴേ അതിനുശേഷം അവർ വിധവയായിപ്പോയി. എങ്ങനെ വിധവയായി? മക്കളില്ലാതെ വിധവയായി. അതാണ് പ്രശ്നം. അപ്പോൾ ചെങ്കടലും ജോർദാനും ഒക്കെ നീന്തി വരികയാണ്. മക്കളില്ലാതെ അവർ വിധവയായി. അപ്പോൾ മക്കളുള്ള വിധവകളുണ്ട്, മക്കളില്ലാത്ത വിധവകളുണ്ട്. ഇപ്പം ഇവരാരാണ്? മക്കളില്ലാത്ത വിധവയാണ്. ഈ മക്കളില്ലാത്ത വിധവ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? ദേവാലയം വിട്ടുപോകാതെ. വായിച്ചോളൂ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. 2 കാര്യം ചെയ്തു. ഒന്ന് ഉപവാസം, പിന്നെ എന്താണ്? പ്രാർത്ഥന. അപ്പം അതിന് മാറ്റമില്ല. അത് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിക്ക് തന്ന വചനമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉടമ്പടിയിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. പിന്നെ എന്താണ്? ദേവാലയം വിട്ടുപോകരുത്, കൂടാരം വിട്ടുപോകരുത്. ഇത് പള്ളിയിൽ പോയി കുത്തിരിക്കണമെന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നടയിൽ എപ്പോഴും തിരികത്ത് തന്നെ വതുക്കിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെക്കുറിച്ച്. അല്ല കലേബിനെക്കുറിച്ച്, അല്ല അവിടുത്തെ അനാക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇല്ലേ? അവരെന്താ, ജോഷുവ എന്താ ചിന്തിച്ചത്? ജനങ്ങളെല്ലാം ഭയന്ന് വിറക്കാൻ കാര്യം എന്താണ്? അവർ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജോഷുവ എന്താണ് ഭയന്ന് വിറക്കാഞ്ഞതിൻ്റെ കാരണം? ആത്മബലം ഉണ്ടാകാൻ കാരണം എന്താണ്? അവൻ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. കൈയടിച്ച് കിടത്താൻ എപ്പോഴും നീ മല്ലന്മാരെ കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴും വിസ കിട്ടുമോ, വിസ തരാമെന്ന് പറഞ്ഞല്ല, ഏജൻറ്റ് പറ്റിക്കുമോ, അക്കോമഡേഷൻ കിട്ടുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരണ സമയത്തിന് മുമ്പ് കോളേജ് തുറക്കുമോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അനാക്കിൻ്റെ മല്ലന്മാരെ ഓർത്തിട്ട് ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ചതുപോലെ വിറക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ആത്മബലം പോകും, ആത്മശക്തി പോകും. മറിച്ച് എന്താ ജോഷുവ ചെയ്തത്? ജനങ്ങൾ ഭയന്ന് വിറക്കുമ്പോൾ അവർ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് വിശ്വസ്തയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ അല്ലേ ചോദ്യം ചെയ്യുന്നവരല്ലേ ഈ ഭയന്ന് വിറക്കണത്. പറഞ്ഞ് കർത്താവ് നമുക്കത് ഏൽപ്പിച്ചു തരും. കൈയടിച്ച് സംസാരിക്കണല്ലേ. ശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ജോഷുവയ്ക്കാണ് ആത്മബലം ഉണ്ടായിരുന്നത്. ഈ ആത്മബലം എങ്ങനെ നേടിയെടുത്തതാണ്? മോശത്ത് ഇറങ്ങിപ്പോന്നിട്ടും കൂടാരം വിട്ടുപോകാതെ നൂഹിൻ്റെ മകൻ ജോഷുവ അവിടെ തന്നെ ഇരുന്നു. സ്ഥിരത കൊണ്ട് നേടിയതാണ്. സ്ഥിരത കൊണ്ടാണ് ആത്മബലം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അനാവശ്യമായിട്ട് ഒരിക്കലും ചിന്തിച്ച് നാശകൊടാലിയാക്കി ആൾക്കാരിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കത്തില്ലേ? അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരോടെ സംസാരിക്കണത്? വല്ല വായി നോക്കികളോടും പല്ല് തേക്കാത്തവരോടല്ലേ സംസാരിക്കണത്, അല്ലേ? പള്ളിയിൽ പോകാത്തവന്മാരോടും തമ്മിൽ കുശം പറഞ്ഞും വെള്ളം അടിക്കണവരോടൊക്കെയല്ലേ നിങ്ങൾ സംസാരിക്കണത്. അവന്മാർ നിങ്ങൾക്ക് എന്ത് ഉപദേശം തരാനാണ്? ദൈവകൃപയുള്ളവരോട് സംസാരിക്കണം.
പിന്നെ ദൈവ കൃപയുള്ളവരോട് സംസാരിക്കുമ്പോഴും അത് അങ്ങനെ ആളെ കിട്ടിയില്ലെങ്കിൽ വചനത്തോട് സംസാരിക്കണം, വചനമെടുത്ത് വായിക്കണം. മനസ്സിലായില്ലേ? ഈ ഒരു കാലത്ത് നമ്മൾ ആത്മബലം പ്രാപിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ കാര്യം പറയും. അവരോട് അവിടെ പോയിട്ട് അങ്ങനെയാണ്, മറ്റൊരു തിരിച്ചു പോന്ന്, അവരവിടെ നിന്ന് ആസ്ട്രേലിയക്ക് പോയി, ഇവർ ന്യൂസിലൻഡിലേക്ക് പോയി, അല്ലെങ്കിൽ ജപ്തി ഉടമ്പടി എടുത്ത ചില ആൾക്കാർക്ക് ജപ്തി ആയിപ്പോയി. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ആൾക്കാരോട് ആലോചന ചെയ്തതെന്ന് പറയണത്. കാര്യം അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ? മനസ്സിലായ? മോസസും ജോഷുവയും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ലാത്തത്? അപ്പനാണ് അമ്മയെന്ന് പറഞ്ഞാലും മോസസിനേക്കാളും കേവനാണ് ജോഷുവ ആയത്. എന്ത് വെളിച്ചത്തിലാണ്? ഒറ്റ വെളിച്ചത്തിലാണ്. അല്ലാതെ ഹൊറേബിൽ തീ കത്തിച്ചിട്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നാടകീയമായിട്ടല്ല ജോഷുവയുടെ ദൈവം വന്നത്. അവൻ കിട്ടിയ വിശ്വാസം ജീവിച്ചതിൻ്റെ പേരിലാണ്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ.